ഞങ്ങളുടെ സ്ഥിരമായിട്ട് തരുന്നത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത്. ഈ ഒരു പാത്രത്തിലാണ് അവർ തരാറ്. അവർ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തരും നമുക്ക്. സലീം ഭായ്, എങ്ങനെയുണ്ട് സംഭവം? പൊളിയല്ലേ? പൊളി. സലീം ഭായോട് ചോദിക്കേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ തന്നെ നേരത്തെ എന്നോട് പറഞ്ഞാണ് അടിപൊളി സ്ഥലമാണ്, വന്ന് കഴിക്കണം. ആ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ, ആ ചാറിന് തന്നെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ. അതെ, മഴക്കാലമാണ്. ചെറിയ തോതിലും മഴ പൊടിഞ്ഞ് രാവിലെ തന്നെ നിൽക്കുന്നു. പക്ഷെ നമുക്ക് എന്താ കഴിക്കേണ്ടത്? പൊറോട്ടയും ബീഫും. നല്ല ചൂട് പൊറോട്ടയും ചൂട് ബീഫും, നല്ല അടിപൊളി ചാറും അല്ലേ? അതാണ് ഇവിടുന്ന് കഴിക്കേണ്ടതെന്നാണ് സലീം ഭായ് പറഞ്ഞത്. അതെ, സലീം ഭായ് നേരത്തെ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ നിഖിലും ഉണ്ട്. പാലക്കാട് നിന്ന് വന്നു കഴിഞ്ഞാൽ നിഖിൽ നമ്മളിവിടെ മിക്കവാറും ഉള്ളതാണ്. ഇപ്രാവശ്യം സലീം ഭായ് ഉണ്ട്. റിയാസ് ഭായിക്ക് ഇന്ന് ഒരു യാത്ര ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളിക്കാരൻ പോയി. അതെ, കഴിച്ചു തുടങ്ങല്ലേ? ഓ, കഴിച്ചു തുടങ്ങല്ലേ? അടുക്കളയിൽ കയറാം, ആദ്യം പൊറോട്ട ഉണ്ടാക്കുന്ന കാഴ്ച കാണാം. ആയിക്കോട്ടെ, വാ. നമ്മൾ മണ്ണാർക്കാടുള്ള ഈ കടയിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഉണ്ടോ, വലത്ത് വശത്തായിട്ട് ഈ പൊറോട്ട വീശുന്നതും അടിക്കുന്നതും അതുപോലെ തന്നെ പൊറോട്ട ചുട്ടെടുക്കുന്നതും പിന്നെ നന്നായിട്ട് അടിച്ച് പരുവത്തിലാക്കുന്നതുമായ കാഴ്ചകൾ കാണാൻ പറ്റും. തങ്ങളൊക്കെ എല്ലാ പരിപാടിയും ചെയ്യും അല്ലേ? പൊറോട്ട വീശുന്ന, ഇപ്പം പൊറോട്ട വീശുന്നു, ഇച്ചിരി മുമ്പേ ചായ അടിക്കുന്നത് കണ്ടു, വിളമ്പുകയും ചെയ്യും, പൈസ വാങ്ങുകയും ചെയ്യും. ബീഫ് ഉണ്ടാക്കുന്ന ആരാ? നമ്മൾ തന്നെ. എല്ലാം പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പൊ ഈ പൊറോട്ട അല്ലാതെ വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് ഇവിടെ? വേറെ ഇപ്പം ദോശയേ ഉള്ളൂ, കുറച്ച് ദോശ. കാര്യമായിട്ട് പൊറോട്ട തന്നെയാണ്. പൊറോട്ടയും ബീഫുമാണ് മെയിന്. ഉച്ചയ്ക്കോ? ഉച്ചക്ക് ശകല ഊണ്, ഒരു 6-7 കിലോ കൂടുതൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പക്ഷെ ഉച്ചയ്ക്ക് പൊറോട്ട ഉണ്ടാവോ? ഉച്ചക്ക് ഒരു 1-1:30 മണി വരെയൊക്കെ പൊറോട്ട ഉണ്ടാവും. പൊറോട്ടയുണ്ട്. വൈകുന്നേര സമയത്തോ? ഇല്ല, 3 മണി കഴിഞ്ഞാൽ ഇല്ല, 2:30 മണിയാണ്. രാവിലെ എത്ര മണി മുതലോ? 7:30 മുതലോ? അല്ല, വെളുപ്പിന് 5 മണിക്ക് വരും. 7 മണി കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫൊക്കെ റെഡിയാവും. എല്ലാം വിറകടുപ്പിലുള്ള പരിപാടിയാണ്. വിറകടുപ്പ്. ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് ഈ ഗ്യാസിന്റെ ക്ഷാമം വന്നപ്പോഴാണോ വിറകടുപ്പ്? അല്ല, നമ്മൾ ആരംഭം മുതൽ ഇതാണ്, വിറകടുപ്പ് തന്നെയാണ്. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന സുഭാഷ് ചേട്ടനാണ്. സുഭാഷ് ചേട്ടനായിരുന്നു ആദ്യം പൊറോട്ട അടിച്ചുകൊണ്ടിരുന്നതും ചുട്ടും എടുത്തോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ വീശി വെച്ചിരുന്ന പൊറോട്ട എല്ലാം തീർന്നപ്പം രണ്ടുപേരും കൂടെ വീശാൻ തുടങ്ങി. അകത്ത് ബീഫ് അടുപ്പത്തിരിപ്പുണ്ട്. അദ്ദേഹം ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടുത്തെ പൊറോട്ട വീശുന്ന പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് തങ്ങളൊക്കെ അകത്തേക്ക് വന്നു. അകത്ത് വിറകടുപ്പ് വീണ്ടും ഉണ്ട് കേട്ടോ. ഇത് അകത്തെ കിച്ചൺ അല്ലേ? ഇവിടെ ഇത് ബീഫ്. അതോ? അത് ബീഫിന്റെ ഓർഡിനറി കറിയാണ്. ചാറ് ഒഴിച്ചു കൊടുക്കാം. ഇതോ? അത് സാമ്പാർ. ഇത് ഉച്ചക്കത്തേക്കാണോ അതോ? ഉച്ചക്ക് ഇപ്പൊ 10 മണിക്ക്. ദോശയുണ്ട് കേട്ടോ. അതല്ലാതെ ദോശയുടെ കൂടെ സാമ്പാറും ചമ്മന്തി ഉണ്ട് അല്ലേ? ചമ്മന്തി. കംപ്ലീറ്റ് വിറകടുപ്പിലുള്ള പാചകങ്ങളാണ്. ഇപ്പം ബീഫും ഇവിടുത്തെ ചാറ് ഭയങ്കര സ്പെഷ്യലാണെന്നാണ് കേട്ടിരിക്കുന്നത്. ബീഫിൻ്റെ ചാറ് നല്ല കുറിയ ചാറായിരിക്കും ബീഫിൻ്റെ കൂടെ കിട്ടുക. ഇഷ്ടം പോലെ ചാറ് സൈഡിലൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുതരുമെന്ന് പറയും. അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം, ഇരിക്കാം. നല്ല ചൂട് പൊറോട്ടയും. മഴയാണെന്ന് പറഞ്ഞല്ലോ, മഴക്കാലത്ത് പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പോകുന്നു. ആ കാഴ്ചകൾ നമുക്ക് കാണാം. ആ കൂടെ തന്നെ നമുക്ക് പൊറോട്ടയും ബീഫും നല്ല ചൂട് ചായയും കൂടെ കുടിക്കാം. ചേട്ടാ, ഞങ്ങൾ ഇരിക്കട്ടെ എന്നാ? ആവി പറക്കുന്ന പൊറോട്ടയാണ്. അതുപോലെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുമുണ്ട് അല്ലേ? നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ തമിഴ്നാടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലല്ലോ, പൊറോട്ട അവർ തരികയും ചെയ്യും. അവരിങ്ങനെ പിച്ചി പോട്ട പൊറോട്ട തരും. ഇങ്ങനെ കീറി തരും. ചിലർ പറയും കീറണ്ട എന്ന് പറയും. നമുക്ക് വേണേൽ സ്വന്തമായിട്ട് കീറാം. അപ്പോൾ ഈ കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ പൊറോട്ടയ്ക്ക് അകത്തോട്ട് ചാറ് ഒഴിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ സോക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് പറയാൻ കാര്യമാണ്, തൊട്ടപ്പുറത്ത് ഒരു ചേട്ടനും ചേച്ചി ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവരിതുപോലെ പിച്ചി പോട്ട പൊറോട്ട അതിൻ്റെ പുറത്തോട്ട് ബീഫ് ചാറൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് കണ്ടപ്പം ആ ഒരു ഓർമ്മ, തമിഴ്നാടിൻ്റെ ആ ഒരു ഫീല് അത് കിട്ടിയതാണ്. ആഹാ, പക്ഷേ ഇത് പിച്ചി പോടണമെന്ന് പറഞ്ഞാൽ നല്ല ചൂട്.
ചിലർക്ക് അങ്ങനെ പിച്ചി പോടാൻ ഇഷ്ടമില്ല, ചിലർക്ക് ഒരു സൈഡിൽ കറി ഒഴിച്ചിട്ട് അതിൽ മുക്കി കഴിക്കാനാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇങ്ങനെ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? 1-2 സ്ഥലങ്ങളിൽ ഇതുപോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാക്ട്ലി ഈ രൂപമാണെന്ന് വെച്ചാൽ ആയിരിക്കത്തില്ല. ഈ ചെറിയ പ്ലേറ്റിനകത്ത് കറികൾ വിളമ്പിയിട്ട് സൈഡിൽ താഴെ വലിയൊരു പ്ലേറ്റിനകത്ത് ചാറും കൂടെ ഒഴിച്ച് 1-2 സ്ഥലങ്ങളുണ്ട്. ഇതിവിടെ ഈ ഏരിയയിൽ ഇതൊരു സ്പെഷ്യാലിറ്റിയാണ് അല്ലേ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബീഫ് കുറച്ചൊഴിക്കുക, ചാറ് ഇഷ്ടംപോലെ അതിനകത്തൊന്ന് ഒഴിക്കുക, കഴിക്കുക, വീണ്ടും കൊണ്ടുതരും. അതുകൂടാതെ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിച്ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിച്ചാറും ഉണ്ട്. സാമ്പാർ അതിവിടെ മേശപ്പുറത്ത് തന്നെ തൊട്ടി ബക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സാമ്പാർ വേണമെങ്കിൽ സാമ്പാർ ഒഴിച്ച് കഴിക്കാം. ചിലർക്ക് സാമ്പാറും പൊറോട്ട ഇഷ്ടമാണോ? നല്ല കോമ്പിനേഷൻ ആണ്, അടിപൊളിയാണ്. എനിക്ക് വലിയ താല്പര്യമില്ല, എനിക്ക് പൊറോട്ട ബീഫുമാണ് ഇഷ്ടം. പക്ഷേ ഒത്തിരി പേർക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് സാമ്പാറും പൊറോട്ടയും എന്ന് പറയുന്നത്. എനിക്ക് ആ ബീഫിൻ്റെ ചാറുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നല്ല ബീഫ് കറി ഇതിൻ്റെ പുറത്തൂടെ കൊണ്ട് ഒഴിക്കാമല്ലേ. ഇവർ രണ്ടുപേരും ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനും ഒഴിക്കുകയാണ്. ഇതാ വേണ്ട, ആ ബീഫ് കറിയും അതിൻ്റെ കഷ്ണങ്ങളും ചാറും എല്ലാം കൂടെ പഞ്ഞി പോലത്തെ പൊറോട്ട അതിൻ്റെ പുറത്തോട്ടങ്ങ് ഒഴിച്ചു. എന്നിട്ട് ഓൾറെഡി പിച്ചി പൊറോട്ടയാണ് പൊറോട്ട, അതുകൊണ്ട് കഴിച്ചു തുടങ്ങല്ലേ നമ്മൾ. ഇതാ ഈ പൊറോട്ട ഒന്ന് മുറിച്ച് കിടക്കുന്നത് അതാ ചാറും അതിൻ്റെ കഷ്ണവും. നല്ല ചൂടാണ് കേട്ടോ. ആ ഇങ്ങനെ ഇത് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. പണ്ട് കാലത്ത് ഈ സ്കൂളിൽ പോയി കഴിക്കുന്നത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ, പലയിടത്തുള്ള 1-2 സ്ഥലങ്ങളിൽ അതേ ഒരു ഫീല് ഇവിടെ ഒന്നും കിട്ടി. നന്നായിട്ട് വെന്ത ബീഫിൻ്റെ കഷ്ണങ്ങൾ, നന്നായിട്ട് വെന്ത് കിടക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ, അത് ആ ബീഫിൻ്റെ ടേസ്റ്റ് ആ ചാറിനകത്തൂടെ ഒക്കെ വന്നിട്ട് ആ ചാറിൻ്റെ മസാല എല്ലാം കൂടെ കൂട്ടി പൊളി സാധനം. സലീം ഭായ്, എങ്ങനെയുണ്ട് സംഭവം? പൊളിയല്ലേ? പൊളി. സലീം ഭായോട് ചോദിക്കേണ്ട കാര്യമില്ല, പുള്ളിക്കാരൻ തന്നെ നേരത്തെ എന്നോട് പറഞ്ഞാണ് അടിപൊളി സ്ഥലമാണ്, വന്ന് കഴിക്കണം. അതൊരു പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ, ആ ചാറിന് തന്നെ ഒരു പ്രത്യേകതയാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ മഴയത്ത് വന്ന് കഴിച്ചിട്ടുണ്ടോ ഈ സംഭവം? ഇല്ല, ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം. ആ ഒരു മൂഡ് കിട്ടിയില്ലേ? പിന്നെ തീർച്ചയായിട്ടും. നിഖിലിന് ഇതൊരു വേറൊരു കടയുടെ ഓർമ്മ വന്നെന്ന് പറഞ്ഞ് നമ്മുടെ കൊല്ലംകോട് നെന്മേനിയിലുള്ള ചന്ദ്രേട്ടൻ്റെ ചായക്കടയില്ലേ, നമ്മൾ ആ ഓലപ്പുരയിൽ പോയി ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടിയത്. സെയിം അന്ന് നമ്മൾ പോകുമ്പോൾ മഴയുണ്ടായിരുന്നു, അതേപോലെ ഇവിടെ പുറത്ത് തന്നെ വിറകടുപ്പിൽ പൊറോട്ട അടിക്കുന്നുണ്ടായിരുന്നു. അതെ, ഏകദേശം അതേ ഫീൽ തന്നെ. ആ വീട് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഏതായാലും നല്ല സൂപ്പർ ബീഫ് കറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പൊറോട്ടയാണെങ്കിലും നല്ല ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ട, നല്ല രസമായിട്ട് ഇങ്ങനെ കഴിക്കാം, മുരിഞ്ഞ ഫ്ലേക്കി ആയിട്ടുള്ള പൊറോട്ട. ഇതിൻ്റെ കൂടെ ചേട്ടാ കട്ടൻ കാപ്പി ഉണ്ടോ? കാപ്പിയില്ല, ചായ ഉള്ളൂ. എന്നാൽ എനിക്ക് ഒരു കട്ടൻ ചായ, നിങ്ങൾക്ക് ചായ 2 ചായ 1 കട്ടൻ ചായം തരുമോ? നമ്മളിപ്പം പൊറോട്ടയും ബീഫും കഴിക്കുന്നത് തങ്ങളക്കാൻ്റെ കടയിലാണ്. തങ്ങളക്കാൻ്റെ കടയിൽ നിന്നാണ് ഇത് ഫേമസ് ആയിരിക്കുന്നത്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുമോ സലീം ഭായ്? എക്സാക്ട് ലൊക്കേഷൻ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് നിന്ന് മയിലാമ്പാടം പോകുന്ന റോഡിൽ ബംഗ്ലാവ് പടി പറഞ്ഞ സ്ഥലത്താണ്. ബംഗ്ലാവ് പടി. അതെ, ബംഗ്ലാവ് പടിയിൽ വന്നാൽ ഇതുപോലെ നല്ല ചൂട് പൊറോട്ടയും ബീഫും ഉച്ചയ്ക്കൊരു 1 മണി വരെയൊക്കെ കാണുള്ളൂ. അതിന് മുമ്പായിട്ട് പൊറോട്ടയുടെ പരിപാടി ഇവർ ക്ലോസ് ആക്കും. പിന്നെ ഊണുണ്ടാവും കുറച്ച് പേർക്ക്, ഒരു 3 മണി വരെ ഒക്കെ കാണും. രാവിലെ 7:30 മുതലാണ് പൊറോട്ടയും ബീഫും ഉണ്ടാവുക. ചെറിയ പാത്രത്തിലെ കഷ്ണങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് വീണ്ടും ഗ്രേവി കൊണ്ട് നമുക്ക് തന്നു. ഗ്രേവി കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ മേടിക്കണം, അതല്ല ഗ്രേവി ഇഷ്ടം പോലെ കൊണ്ട് തോന്നുന്നു. ഒഴിക്കട്ടെ ഇത് കുറച്ചിതാ ഗ്രേവി ഇതുപോലെ ഇതിൻ്റെ പുറത്തുകൂടെ ഒഴിച്ചിട്ട് നമ്മൾ പൊറോട്ട നന്നായിട്ടൊന്ന് കുതിർത്ത് വേണം കഴിക്കാമെന്ന് പറഞ്ഞു. ഇത് കണ്ടില്ലേ? ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നത് തന്നെയാണ്. ഞങ്ങൾ കമ്പനി അടിച്ച് ആഴ്ചയിലൊക്കെ 1 ദിവസം 2 ദിവസമൊക്കെ വരാറുണ്ട്. നല്ല രീതിയിലുള്ള ഭക്ഷണമാണ്, നല്ല പൊറോട്ടയും കറിയാണ്. കറി നമുക്ക് എത്ര വേണമെങ്കിലും അവർ തരാറുണ്ട്, അങ്ങനെ ലിമിറ്റൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ പോകുന്നത്.
ഈ ഒരു പാത്രത്തിലാണ് അവർ തരാറ്. അവർ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തരും നമുക്ക്. ഈ പൊറോട്ടയും ബീഫിനെ കുറിച്ച് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അഭിഷേക് ഇങ്ങനെ പറയുന്നു കുറേ നേരമായിട്ട് പൊറോട്ടയാണ്, ബീഫാണ്, സ്കൂളിൻ്റെ ഓർമ്മയാണ്, കട്ട ഗ്രേവിയാണെന്നൊക്കെ പറയുന്നു. പുള്ളിക്കാരന് കഴിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. സലിംഭായുടെ ഒക്കെ പേജ് അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. നിഖിലിൻ്റെ പേജ് ഉണ്ട്, അതും താഴെ കൊടുക്കാം. അടുത്ത വീഡിയോയിൽ കാണുക. നമ്മൾ ഹാപ്പി ആയിട്ടൊന്ന് അങ്ങോട്ട് പോകുന്നു. തൽക്കാലത്തേക്കിന് ബൈ.